അച്ഛാ ആ കത്തിയാൾ നോക്കട്ടെ മുറിക്കാല അതോളം പേർത്തിന് പിടി രണ്ടെണ്ണ രണ്ടു കൊടുക്കും അത്രയൊന്നും വേണ്ട ഒരു കഷ്ണം വേണ്ട അതുണ്ടല്ലേ ചേനത്തണ്ടാടിയില്ലച്ചാ വീടി ഉണ്ടായിന് ഇതല്ലേ അത് പോയിന് ഇടിയുണ്ട് ചെറുതുണ്ടോന്ന് ഇത് മതി അച്ഛാതായിരുന്നോ ഒന്നു മതി അല്ലേ മതി മതി പിന്നെ മഴ വരുന്നുണ്ട് വാ ചപ്പല് വേണ്ടേ നല്ല വെളിക്കണ്ടല്ലേ നല്ല വെളിക്കണ്ട് അമ്മ ഇത് കാട്ടുചേനേനെ പോലെ ചൊറിയൊന്നും ചെയ്യില്ല അല്ലേ ഇല്ല ഇന്നലെ എല്ലാം കണക്കെല്ലാം എടുത്ത് പോയല്ല ഇന്നലെ ദീപ്തി ടീച്ചർ വന്നിട്ടേ ടീച്ചർ വന്നിട്ടേ ഞാൻ ആടെ കാട്ടിനി ഇവര് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ നോക്കില്ല ടീച്ചറും ടീച്ചറും ഭർത്താവാന്നിനി അവരാടെയാന്ന് കാന്തപ്പുരക്കാ ഓവന് ചന്തപ്പരക്കാണ് അതിന്റെ അവരച്ഛന്റെ പേര് ടീച്ചർ അച്ഛന്റെ പേര് ദാമോദരൻ എന്നൊക്കെ തോന്നുന്നു ആ കച്ചവടം വെക്കുന്ന മെലിഞ്ഞ് നീളം വെച്ചേ കുരുട്ടൊന്നുമില്ല നീളം വെച്ച അയ്യോ ഇവര് നീളം വെച്ചിട്ടാണ് ഗൾഫിലുണ്ടായിന് മുമ്പ് അവരല്ല ഇപ്പുറത്താണ് ഇപ്പുറത്താത്ത് ഗൾഫിലാണ് അയാൾ ഉണ്ടായിന് പണ്ട് ദാമോദരൻ തന്നെ തോന്നുന്നു അതെ അതെ പക്ഷെ മഴ വന്നു വേഗം പോയല്ല എന്തൊരു ഇരുട്ടാ പിടിച്ചിന് കർക്കിട മാസായിട്ട് നല്ല വെയിൽ കാക്ക കണ്ണുറക്കാത്ത മാസം ഒന്നും തിന്നാനില്ലാതെ മാസാണ് 7-ാം നാള് കഴിഞ്ഞാല് കുറച്ച് പറയും കൊറേല്ലേ 7-ാം നാളായിട്ടല്ല 7-ാം നാളായിട്ടില്ല ഇന്ന് 4 14-ാം നാള് കഴിഞ്ഞാൽ കാളം പറഞ്ഞു ഇതല്ലേ നല്ല ഇതായി 14-ാം നാള് മാരി മാസത്തില് കഴിഞ്ഞാല് കാളം പറഞ്ഞു എന്നാണ് കാലം വെളുത്തു വേറും കൂലി എല്ലാം അടങ്ങുന്ന കാലായി പിന്നെ എന്റെ മോ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലേ ഇപ്പൊ എല്ലാം ഇളകിയിട്ടാണ് ഈ മാസത്തില് പരക്കെ വരും അതെ നമ്മളെ ഇപ്പോഴത്തെ പിന്നെ ഇത് കമ്പനിയില്ലേ നൈറ്റ് കമ്പനി അതിന്റെ ഇപ്പത്തന്നെ ഒരു കാറ്റും ഇല്ലേ എങ്ങനെ ചെങ്ങനെ ആടെ ഒരു വലിയ ഭക്ഷ പോലത്തെ സ്ഥലമാണ് ആടെ അതിന്റെ കുറച്ച് ഏത്ത് താഴെ ഇപ്പത്തെ ഒരു പിന്നെ നൈറ്റ് കമ്പനി ഇല്ലേ ആ ഭക്ഷയുണ്ട് ഭക്ഷാണ് ഒരു വലിയ ഭക്ഷാണ് ആടത്തേക്ക് ഒരു 10-50 ആള് ഒന്നിച്ചിട്ട് നല്ല നല്ല മുണ്ട് ആ ലായത്ത് അങ്ങോട്ട് ഇറങ്ങാനാണ് ഇറങ്ങിയത് ഞാൻ പറഞ്ഞുകൊണ്ടാ ഏതാ സാമാരാ കല്യാണക്കാരാണെന്ന് പറയും വേഗം കാണുന്നു പറഞ്ഞു നമ്മൾ ദൂരത്തന്നെ കാണുന്നുണ്ട് സന്ധ്യക്ക് സന്ധ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഇങ്ങനെ കാണുന്നതല്ലോ ഞാൻ വേഗം നടന്നു ഇങ്ങോട്ട് നമുക്ക് ഒന്നിനെ കാണുന്നില്ല പഠിച്ചു 2-ആളും പഠിച്ചു ഏതാ ഇനി അങ്ങോട്ട് പോണ്ട മൊത്തം നോക്കി എങ്ങോട്ട് തന്നെ പോവാം ഈ അച്ഛൻ്റെ തോട്ടത്തില് അച്ഛക്ക് പോകാൻ
അച്ഛന്റെ കഥ കേട്ടിട്ട് പിള്ളേരെല്ലാം ചിരിക്കുന്നുണ്ടാ. എന്നാ പോരി ഞാനുള്ള അന്ന് രാത്രി തന്നെ ദാമോദരന് പനി എന്ന് പറഞ്ഞാൽ കിട്ട പിറക്കുന്ന പനി. എനക്ക് പിറ്റന്നാളാണ് എനിക്ക് ആരത് പനി. എന്നിട്ട് മൂത്തപ്പൻ എന്റെ പനിട്ടു അവസ്ഥം വെച്ച് വെച്ചു കെട്ടിക്കേറി പൊടിച്ച് നമ്മളെ റോഡിന് അപ്പുറം കൊണ്ടുപോയി കഷ്ടം വെച്ച് വെച്ച് തന്നെ പനിയെല്ലാം മാറി. അച്ഛൻ തന്നെ പുളിശ്ശേരി ആക്കി ചേർത്തേ. അത് പിന്നെ കേക്കാ സമയം കത്തി. ഇത് കഴുകി വെക്കണ അതിനെ പശയുണ്ട്. പിന്നെയുണ്ടല്ലോ ഈ രാത്രി സമയത്തെ നമ്മള് പന്തൽ കെട്ടി കാക്കും നെല്ലിന് പന്നിയെടുത്ത് ഒന്നായിട്ട്. അപ്പം ഈ രാത്രി പൂക്കുന്നുണ്ടാവും. അന്നതിനാല് വലിയ ജാതി പൂക്കുന്നുണ്ടാവും. അന്നേരം നമ്മള് തൂക്കാൻ പാടില്ല. അതേ ഒറ്റ മറിച്ചാന്നാ പറയുന്നത്. ഒറ്റ മതച്ച ഒറ്റ മറിച്ചെന്ന് പറഞ്ഞതിന്റെ പ്രേതമുണ്ടോ എന്റെ തമ്പുരാനെ രാണിന് ഉറങ്ങൂല. അത് പൂക്കുന്ന കേട്ടാലുണ്ടല്ലോ. അത് പൂക്കുന്ന കേട്ടാല് പൊട്ടി പറഞ്ഞിട്ട് ഒറ്റ കട്ടം നടന്നോളാം. അതേക്കൂടാ അല്ല കൊന്നുകളി. അതിന് നെല്ലൊന്നും പ്രശ്നമില്ല. നെല്ലെല്ലാം കയറും. മറ്റൊരു പ്രേതം നെല്ലിൽ കയറില്ല. ഒറ്റ മറിച്ചല്ല വീരൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ മറിച്ച് വേറെ ഇവരെ പിന്നെ പറവൂരൊക്കെ ഒന്ന് ആടിയുണ്ട്. ഒറ്റ മതച്ച അതെ നീ ഒരിക്കൽ പോയി കറിയാക്കിയാൻ അച്ഛൻ വിടൂല. നല്ല രസമുണ്ട്. സമയമില്ല എനിക്ക് കേൾക്കാൻ. ഈ ഒറ്റ മതച്ചിന്റെ കഥ പറഞ്ഞു തന്നിട്ടില്ല. ആക്കല്ലേ ഈ പറഞ്ഞിട്ട് കാവലെക്കുന്നത് തന്നെയല്ലേ നോഷൻ. സമയത്ത് നമ്മൾ പോകും നെല്ലിട്ടാക്കാൻ. രാത്രിക്ക് നിൽക്കുവാ. രാത്രി തോർത്തൊന്നുമില്ലാന്ന് ഒറ്റ മതച്ച് പേടിപ്പിച്ചിട്ടെങ്കിൽ അത് ചൊല്ലി ചെറിയ പ്രായത്തിൽ കടന്നുറങ്ങേണ്ട പ്രായത്തിൽ നെല്ല് കാക്കാൻ ചെറുതാകുമ്പോ പണിയെടുക്കും. ഇവിടെ പ്രായത്തിൽ എനിക്ക് ഒരു ഉറുക്ക പൂജയായിരുന്നു പോകാറ്. നാലോളം കളക്കും. നമ്മളതിൽ ഇപ്പൊ എന്താ എങ്ങനെ ആയിപ്പോയെന്ന് വെച്ചാൽ പണിയാക്കിയതാണ്. എന്റെ അമ്മേ അച്ഛന്റെ പ്രായത്തില് നമ്മലും ഉണ്ടാവുക അല്ലേ. അച്ഛന്റെ കഥ കേട്ടിട്ട് സമയം പോയതറിയില്ല. വേഗം പോയി കറിയാക്കി. ചെരുപ്പ് അപ്പുറത്തല്ലേ തോന്നുന്നു. അച്ഛന്റെ കഥ കേട്ടുവാ. പേടിക്കൊന്നും വേണ്ടട്ടാ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞതാണ്. കുക്കറിലാക്കുന്നേ പെട്ടെന്നൊന്ന് ആക്കാം. ഒരു മീൻകറി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിലക്കറി ഇങ്ങനെ വെള്ളം കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് വേഗം വേവിക്കട്ടെ. അപ്പം നമ്മൾ ചേനത്തണ്ട് വേവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ചെറിയൊരു അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, കുറച്ച് ജീരകം. വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നോക്കിയിട്ട് ഒഴിക്കാം. അപ്പം നമ്മളെ ചേനത്തണ്ടൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. അരപ്പിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇവിടുന്ന് തിളക്കട്ടെ. ഇനി ചെറുങ്ങനെ ഒന്ന് ചൂടായാൽ മതി. നല്ലോണം തിളച്ചിട്ടൊന്നും വരണ്ട. അപ്പം നമ്മൾ കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വറുത്തിടാനുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, അപ്പോ ചോറ് വയ്ക്കാൻ എഴുതിയിട്ടുണ്ട്. ഇന്ന് തറവാട്ടിൽ നിന്ന് ചോറ് വയ്ക്കുന്നേ. അച്ഛൻ്റെ അമ്മേനൊപ്പം കുറച്ച് ദിവസമായി അച്ഛൻ്റെ അമ്മേനൊപ്പം ചോറ് വയ്ക്കാതെ. ഇന്ന് അച്ഛൻ്റെ അമ്മേനൊപ്പം ചോറ് വയ്ക്കാൻ. അപ്പൊ എന്തായാലും കറി ഉണ്ടല്ലേ. മീൻകറി ഉണ്ട്. അയലക്കൽ ഭയങ്കര പൈസയാന്ന് വെച്ചാ. അയലക്കൽ ഭയങ്കര വില. എല്ലാവരും വില കൂടുതലാണ്. നിങ്ങൾക്ക് ഏട്ടാ ചോറ് കൊണ്ടുവരണേ. എനിക്ക് ഇപ്പോഴേ ചോറ് കൊണ്ടുവരും. അതുകൊണ്ട് ഇവ ഇരുന്നിട്ടാ അമ്മ കഴിക്കട്ടാ. അപ്പോൾ ഇന്നത്തെ ലതയുടെ സ്പെഷ്യൽ പുളിശ്ശേരി, ചേനത്തണ്ട് പുളിശ്ശേരി. ചാറ് കൊടുക്കാം.
അച്ഛൻ പുളിശ്ശേരി അധികം കൂട്ടൂല. മുമ്പിൽ നല്ലോണം കഴിക്കലുണ്ട്. ഇപ്പം ഗ്യാസിന് പ്രശ്നം കൊണ്ട് അച്ഛൻ പുളിശ്ശേരി അങ്ങനെ കഴിക്കില്ല. നമുക്ക് എനിക്കെല്ലാം ഇഷ്ടമാണ്. ചാറ് വെച്ച് കൊടുക്കും. കുഴി ഇതാ ഇല്ല കുഴി വെച്ചിട്ടുണ്ട്. ചാറ് വെച്ച കുറച്ച് കഷ്ണം കിട്ടോ. ഇതെല്ലാം നല്ല പോഷകസമൃദ്ധമായ കറിയാണ്. എന്നാ പിന്നെ കഴിക്കാം. അച്ഛൻ കഴിച്ചോ. പുളിശ്ശേരി രസമുണ്ട് അച്ഛാ. നല്ല തന്നെ കഴിച്ചു നോക്കിയപ്പോ പുളിശ്ശേരി നല്ല തന്നെ. നമ്മ തൊട്ട് നോക്കിയിട്ട് നല്ല തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്നാന്ന് തറവാട്ടിലെ സാമ്പാറുണ്ട്. തറവാട്ടിലെ സാമ്പാർ പിന്നെ ലേശം കണക്കാക്കി കഴിച്ചേ മതി. കഴിച്ചോ. ആദ്യം ഇന്ന് നമ്മുടെ ചേനത്തണ്ട് പുളിശ്ശേരി. ഇപ്രാവശ്യത്തെ ചേനത്തണ്ട ആദ്യം പുളിശ്ശേരിയാണ് വെച്ചാ. ചേനത്തണ്ട കുറവാണ് ഇപ്രാവശ്യം. കാട്ടു ചേനത്തണ്ട ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നാടൻ ചേനത്തണ്ട പുളിശ്ശേരി വെച്ചിട്ടാ. കുറച്ച് മീൻകറി നമ്മൾ പുളിശ്ശേരി. നമ്മൾ സാമ്പാറും പുളിശ്ശേരി നോക്കട്ടെ. നല്ല അറിയാം. നമ്മുടെ കൈ കിട്ടോട്ടാ. ഓക്കെ ഓക്കെ കഴിക്കട്ടെ.